തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധി ഭവനിലെ നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാലയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ രസകരമായ ഒരു അനുഭവം പങ്കുവയ്ക്കാനായി ശ്രീ വിജയകുമാർ അദ്ദേഹം എത്തി. അദ്ദേഹം നാവായിക്കൽ സ്വദേശിയാണ്, നാവായിക്കുളം സ്വദേശിയാണ്. ഏറെക്കാലം ഗൾഫിൽ ജോലി ചെയ്തു, പിന്നെ നാട്ടിലെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞല്ലോ നേച്ചർ ലൈഫ് TV യൂട്യൂബ് ചാനല് കാണാൻ തുടങ്ങി. എങ്ങനെയാണ് നമ്മുടെ ഈ ചാനല് കാണാൻ തുടങ്ങുന്നത്? ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ഇങ്ങനെ നോക്കുന്നൊരു പതിവുണ്ടായിരിക്കുമ്പോൾ മൊബൈൽ നോക്കും. ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് സാറിൻ്റെ ഒരു ഇത് കിട്ടി. അങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തു. എത്ര കാലം മുമ്പാണ്? അതിപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിന് മുമ്പാണ്. 6 മാസമായിട്ടുള്ളൂ കണ്ടിട്ട്. 6 മാസത്തിന് മുമ്പാണ്. അങ്ങനെ നോക്കിയപ്പോൾ അത് പിന്നെ കേട്ടപ്പോഴും എനിക്കതിലൊരു താല്പര്യം തോന്നി. ഇപ്പോഴും തുടർന്നുള്ള മറ്റുള്ള വീഡിയോകളും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് കേട്ടപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഇതിനോടൊരു താല്പര്യം തോന്നി. താല്പര്യം തോന്നിയപ്പോഴത്തേക്ക് ഇത് എങ്ങനെ നടപ്പാക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഒരു ഉപദേശമില്ലാതെ ഇത് കേട്ട് മാത്രം നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഉപദേശം കിട്ടിയാൽ കൊള്ളാമെന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഗുരുതരമായ ഒരു അസുഖം ഉണ്ടാകുന്നത്. ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞിട്ട് അതിൻ്റെ ചികിത്സകൾ പല ഹോസ്പിറ്റലും ചെയ്തു. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവർ ഒരു മരുന്ന് തന്നു. അത് പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ് കൂടി. അത് ഏകദേശം ഒരു 3 മാസം വരെ ആദ്യം ഒരു 50 mg ആണ് തന്നത്. അതിൻ്റെ കൗണ്ട് കൂടിയപ്പോൾ വീണ്ടും കുറച്ച് 25 mg ആക്കി. പിന്നെ അത് 2 ദിവസത്തിലൊരിക്കയാക്കി, 3 ദിവസത്തിലൊരിക്കയാക്കി, ആഴ്ചയിലൊരിക്കയാക്കി, 2 ആഴ്ചയിലൊരിക്കുക, അതങ്ങ് നിർത്തി. പക്ഷേ ഈ സമയത്ത് എനിക്ക് BP-ക്ക് ഞാൻ 10-20 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ലോസാറിൻ ആദ്യം കഴിച്ചോണ്ട് ലോസാറിൻ H, അത് കഴിഞ്ഞ് BP കുറച്ച് കഴിഞ്ഞപ്പോൾ ലോസാറിൻ 50. 20 കൊല്ലമായിട്ട് BP-യുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ലോസാറിൻ 50 ഒരു നേരം രാവിലെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഈ പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറഞ്ഞ് ചെന്നപ്പോഴും ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ആ സമയത്ത് എനിക്ക് BP കൂടി, പിന്നെയും കൂടി. അപ്പോഴേ ലോസാറിൻ ഒന്നുകൂടെ രണ്ടാമത്തെ വൈകുന്നേരം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 നേരം കഴിച്ചു. 2 നേരം കഴിച്ചിട്ടും എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് ചെല്ലുമ്പോഴൊക്കെ BP കൂടി തന്നെ നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു അമിലോഡിപ്പിൻ അതും കൂടെ തന്നു രാവിലെ. 3 എണ്ണമായി. അങ്ങനെ അതും കഴിഞ്ഞൊരു അടുത്ത മാസം ചെന്നപ്പോഴും വീണ്ടും BP കൂടി. ഈ രാവിലെ അമിലോൺ തന്നത് വൈകിട്ടും കൂടെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ 4 ആയി. അങ്ങനെ അത് കഴിച്ചു വന്നപ്പം കാലിൻ്റെ പാദത്തിൽ നീരുണ്ടായി. അങ്ങനെ ഞാൻ മരുന്ന് കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ നീരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അമ്ലോവൻ കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കാതിരുന്നപ്പോഴത്തേക്കും BP കൂടി തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ 4 മരുന്ന് ആയപ്പോഴത്തേക്ക് ഞാൻ സാറിൻ്റെ വീഡിയോകളും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപകടകരമായ ഒരു പോക്കാണ്. ഇത് ശരി. അപ്പോൾ ഈ ഷുഗറിൻ്റെ മാറ്റുന്നതും BP-ക്ക് മരുന്നില്ലാതെ ആക്കുന്നതൊക്കെ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപകടം വരാനില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത്. അപ്പോൾ ഞാൻ ആലോചിച്ച് എങ്ങനെ നിർത്താം. അപ്പോൾ ഞാൻ ഈ ആഹാര ക്രമീകരണങ്ങൾ ആരംഭിച്ചു. പിന്നെ രാവിലെ 4 മണിക്ക് ഉറക്കമെണീറ്റു, ശുദ്ധികർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എക്സസൈസാണ് ചെയ്യുന്നത്. ആദ്യം എക്സസൈസുകൾ അരമണിക്കൂർ എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രാണായാമം. അത് കഴിഞ്ഞിട്ടൊരു 3 കിലോമീറ്ററോളം നടക്കാൻ പോകും. നടന്ന് തിരിച്ച് വന്നിട്ട് ഈ പച്ചക്കറികൾ ഒരു പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറികളും പകുതി ഈ രാവിലെയുള്ള ഫുഡ് എന്തെങ്കിലും ദോശയോ എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. എന്താണെന്ന് വെച്ചാൽ കഴിക്കും. അതിനേക്കാൾ കൂടുതൽ ഈ വെജിറ്റബിൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുന്നു. പക്ഷേ നമ്മൾ പകുതി കൂടുതൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുന്നു. അതിനൊരു അല്പം നാരങ്ങ നീരും പൊഴിഞ്ഞ് ഇന്ദുപ്പാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചു അത് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ടെറസിൽ പോയി 3/4 മണിക്കൂറോളം വെയിൽ കൊള്ളും. 3/4 മണിക്കൂർ വെയിൽ കൊള്ളും. പത്രമൊക്കെ വായിക്കും.
തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഈ ഹോട്ടലിൽ നിന്ന് എനിക്ക് പരിചയപ്പെട്ട ഒരു കഞ്ഞിവെള്ളം ഇവിടെ അതിൽ ഈ പിന്നെ നാരങ്ങാ നീര്, പച്ചമുളക്, പിന്നെ മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ എല്ലാ ദിവസവും ഊണിനോടൊപ്പം നമ്മൾ വിളമ്പുന്നത് കൊടുക്കുന്നത് ആ ഒരു ഡ്രിങ്കാണ്. അതെല്ലാം കൂടെ അത് ഒരു 2-3 ഗ്ലാസ് ഒരു പല സമയമായിട്ട് കുടിക്കും. കോപ്പിറൈറ്റ് ഉള്ളതാണ് ഇതൊക്കെ. ഇല്ല, ഇതിനിടയ്ക്ക് ആദ്യമായിട്ട് ഞാൻ പിന്നെ ഈ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര, മൈദ, ഉപ്പെന്ന് പറഞ്ഞാൽ എന്ത് ബലം ഇവിടെ തരുന്ന ആ ഡ്രിങ്ക് കോപ്പിറൈറ്റ് ഉള്ളതാണ്. അത് വീട്ടിൽ ചെയ്യുകയാണെങ്കിലും ഇവിടെ അതിനുള്ള ഫീസ് അടച്ചിട്ടുള്ളത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല ഇവിടെ ആരുടെ പറഞ്ഞിട്ട്. അപ്പോഴും ഇതിന് മുന്നേ തന്നെ, ഇതിന് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ പഞ്ചസാര, മൈദ, മറ്റേ അയഡിൻ, ഉപ്പ്, പിന്നെ വെളുത്ത അരി ഇതെല്ലാം നിർത്തി. ജാപ്പി പതിവാക്കി. രാവിലെ ഒരു ജാപ്പി, വൈകിട്ട് ഒരു ജാപ്പി. ഇതാണ് കഴിക്കുന്നത്. എന്നിട്ടാണ് ഈ ആഹാരം തുടർന്നു. ഈ കഞ്ഞിവെള്ളം കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാരറ്റ്, കുക്കുംബർ, കോവയ്ക്ക, മത്തൻ, പടവലം ഇതെല്ലാം കൂടെ ചെയ്തൊരു മിക്സഡ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും. മറ്റൊന്നും ചേർക്കാതെ, വെള്ളമോ പിന്നെ ഉപ്പോ നാരങ്ങ നീരോ ഒന്നും ചേർക്കാതെ ഫ്രഷായിട്ട് അത് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറിനപ്പോഴത്തേക്ക് അതിൽ ഇലക്കറികളും പച്ചക്കറികളും അതിൽ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. മറ്റേ മാഡത്തിൻ്റെ ഒരു ശുചീവിത പാചകം അത് ഉണ്ട്. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് നോക്കി അതിലാണ് അതിൽ നിന്നൊക്കെ പഠിച്ചു. അത് കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീട്ടിലുണ്ടാക്കി തരുമോ? നമ്മൾ തന്നെ ഉണ്ടാക്കി വീട്ടിൽ അവരെന്നെ സഹായിക്കും. പക്ഷേ ഒന്നായിട്ട് അവർക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അത് ഈ കാരണങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഇതുപോലെ വരുമ്പോൾ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്കും മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഭക്ഷണം മാറി. വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം വേവിച്ച ഭക്ഷണമില്ല, നിർത്തി. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു 4 മണിയാവുമ്പോഴത്തേക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും കഴിക്കും. പൈനാപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 7 മണിക്ക് മുൻപ് പിന്നെ പഴങ്ങൾ എന്തെങ്കിലും, അത് പിന്നെ പപ്പായ ആവാം, ഏത്തപ്പഴമാവാം. കൂടുതലും വാഴപ്പഴങ്ങളാണ്. വയറ് നിറച്ച് കഴിക്കില്ല, അത്രയൊന്നും കഴിക്കില്ല. എന്നാലും വിശപ്പടങ്ങുന്ന രീതി കഴിക്കും. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇതിന്റെ ഫലമായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു വയറ്റിനൊക്കെ ഒരു സുഖം കിട്ടി, ഒരു ഉന്മേഷം കിട്ടി. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് ഈ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയുന്ന സമയത്തും അതിന് മുന്നേ തന്നെ അസാമാന്യമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ വെയിറ്റ് ഈ ഹിമറ്റോളജിയിൽ മെഡിക്കൽ കോളേജിൽ ചെല്ലപ്പോൾ അവരുടെ എല്ലാ ടെസ്റ്റും നടത്തി. അതായത് ബോൺ മാരോ. അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ അതിനായിട്ട് വഴി. എന്നിട്ട് ഈ കൈകാല തരിപ്പും തറയെ ചവിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ANA ടെസ്റ്റ് നടത്തി. ANA ടെസ്റ്റിൽ ലിപ്പിഡ് പ്രൊഫൈലോ അത് എല്ലാം നെഗറ്റീവാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ CT സ്കാൻ ചെയ്ത്. അപ്പം നമ്മൾ ഈ ഭക്ഷണത്തിലേക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ പിന്നെ ഉറക്കണീറ്റ് നടക്കുമ്പോൾ പാദത്തിനൊരു വേദന ഉണ്ടായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് കംപ്ലീറ്റ് മാറി. പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും മാറി. പൈൽസിന്റെ അസുഖം എത്ര കാലം ഉണ്ടായിരുന്നു? അതിപ്പോ എൻ്റെ അറിവിലൊരു 10-15 വർഷത്തോളം. 10-15 വർഷമായിട്ടുണ്ടായിരുന്ന പൈൽസ് അതിന് ഞാൻ 1-2 മാസം നമ്മൾ എന്ന് മാത്രമല്ല, ഇതിനൊരു ഞാൻ ക്രയോ സർജറി ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തോളം വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആരംഭമായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ആയുർവേദ കോളേജിൽ പോയി ഇതിൻ്റെ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ പ്ലേറ്റിൻ്റെ കൗണ്ട് കുറയുന്നത് അറിയുന്നത്. അങ്ങനെ അതിലെല്ലാ ടെസ്റ്റും ചെയ്തു, ഒരുപാട് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് വീണ്ടും സർജറി വേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സർജറിയും മരുന്നും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഒഴിപ്പോയി. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത്, ആഹാരത്തിലൊക്കെ കൺട്രോൾ ചെയ്തൊക്കെ പോയി. എന്നിട്ട് അത് ചില സമയങ്ങളിൽ വയലൻ്റ് ആകുമായിരുന്നു. സാറിൻ്റെ ഈ ഭക്ഷണ രീതികളൊക്കെ തുടർന്നു. പിന്നെ എനിമ അതുമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും ഒപ്പം നിന്നു, പരിപൂർണമായിട്ടും നിന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ആളുകൾ മുഴുവനും പൈൽസ്, BP, കാലിനീര്, എനിക്ക് അതിന് വേറൊരു പ്രശ്നം ഇതെല്ലാം പറഞ്ഞിട്ട് ആശുപത്രി പോയി എത്രയാ മരുന്ന് കഴിക്കുന്നത്, എത്ര കാശാ മുടക്കുന്നത്, എത്ര സമയാ കളയുന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഭക്ഷണം ഒന്ന് നേരെയാക്കിയാൽ പോരെ. ഭക്ഷണം മതി, അത് നേരെയാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് കാലിലെ പ്രയാസങ്ങൾ മാറി. അത് കഴിഞ്ഞ് എനിക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയല്ല, ഇത് ഈ വിരലിന്റെ കനത്തിൽ തന്നെ ഇതിങ്ങനെ തടിച്ചു കിടക്കുകയായിരുന്നു.
ഇപ്പോഴത് വളരെ വളരെ കുറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ഭക്ഷണം മാറി കഴിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അനുഭവം. എന്നിട്ട് ഈ ഭാഗമെല്ലാം നല്ല നീല നിറത്തിലായിരുന്നു അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അങ്ങനെ ഞാനതിൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ വന്നു. ഇങ്ങനെ ഇരിക്കപ്പെട്ട് ഈ BP ഞാൻ സ്ഥിരം ചെക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴും BP ഇങ്ങനെ വളരെ നോർമലായി, അവിടുന്ന് ഹൈ കുറഞ്ഞ് നോർമലായി നിൽക്കുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഈ 4 എണ്ണത്തിലുള്ള വൈകുന്നേരത്തുള്ള ഈ അമലോവിൽ നിന്നുള്ള ഒരു ഗുളിക നിർത്തി 3 എണ്ണമാണ്. അത് കഴിച്ച് ഒരു ആഴ്ച കഴിഞ്ഞ് BP പരിശോധിച്ചപ്പോഴും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 2ാമത് രാവിലെയുള്ള അമലോവിലും നിർത്തി. അത് കഴിഞ്ഞിട്ട് നിർത്തി. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് BP കഴിച്ചാൽ വീണ്ടും നോർമലാണ്. അതാണ് അതിന്റെ മെത്തേഡ്. ഒറ്റയടിക്ക് നിർത്താൻ പാടില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വന്നപ്പം വൈകുന്നേരത്തുള്ള ലോസ്റ്റാറിൻ അങ്ങ് നിർത്തി. അപ്പോൾ ഒരെണ്ണം മാത്രമായപ്പോഴത്തേക്ക് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ്. അപ്പോൾ ഇതെനിക്കൊരു ഭയം, ഇത് നിർത്താൻ ഇത്രയും കാലമായിട്ട് നിർത്തി വന്നു. അപ്പോൾ താൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് പെട്ടെന്ന് നിർത്തരുത്, അത് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു. ഇതിൻ്റെ BPയുടെ ആരംഭത്തിൽ ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ ഹോമിയോ ഡോക്ടറെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു, എനിക്ക് ഹോമിയോ മരുന്നിലേക്ക് മാറണം, ഈ അലോപ്പതി മരുന്ന് ഹോമിയോയിലേക്ക് BPയുടെ മരുന്ന് മാറ്റണം. ഒരു ഡോക്ടർ ചോദിച്ച് അത് അങ്ങനെ മാറണോ, ഇപ്പം അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് മാറപ്പോൾ അത് പ്രശ്നമാവില്ലെന്ന് പറഞ്ഞു. എപ്പോഴും കുഴപ്പമില്ല, പണ്ട് ഞാൻ കഴിച്ചിട്ടുള്ള എനിക്കറിയാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോമിയോ മരുന്ന് വാങ്ങിയിട്ട് അപ്പോൾ 10 തുള്ളി മുതൽ 15 തുള്ളി വരെ വെള്ളത്തിൽ ചേർത്ത് കഴിക്കാം, ഇതാണ് എൻ്റെ ഡോസ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആദ്യം 10 തുള്ളി കഴിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് പതുക്കെ ഞാൻ ഒരു ദിവസം ഈ ലോസ്റ്റാറിനൊന്ന് നിർത്തിയിട്ട് 10 തുള്ളി ഹോമിയോ മരുന്ന് കഴിച്ചു. കുഴപ്പമില്ല. ഒരാഴ്ച ഈ ഹോമിയോ മരുന്ന് തുടർന്നു, മറ്റേത് നിർത്തി. ഒരു BPക്ക് വലിയ വേരിയേഷൻ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 9 തുള്ളിയാക്കി ഒരാഴ്ച കഴിച്ചു, കുഴപ്പമില്ല. 8 തുള്ളിയാക്കി, 5 തുള്ളിയാക്കി, അവസാനം വന്ന് 2 തുള്ളിയിൽ നിർത്തി. 2-3 ദിവസം കഴിച്ചിട്ട് പതുക്കെ അങ്ങ് നിർത്തി. ഇന്നിപ്പോൾ ഞാൻ BP ചെക്ക് ചെയ്തപ്പോൾ 110-80. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇപ്പോഴും ഇതൊക്കെ 110. ഇപ്പോ ഈ മരുന്ന് കംപ്ലീറ്റ് നിർത്തിയിട്ട് ഹോമിയോയും കൂടെ നിർത്തിയിട്ടും എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ ഒരു 4 ദിവസമേ ആയുള്ളൂ. 4 ദിവസം. മൊത്തത്തില് ശരീരത്തിനും ആരോഗ്യത്തിനും ഒരു കുഴപ്പമില്ല. ഞാനിപ്പം തമ്പാനൂരിൽ നിന്ന് ഇങ്ങോട്ട് നടന്നാ വന്നത് ഈ ഉച്ചയ്ക്ക്. ഇന്ന് രാവിലെ ഞാൻ 3 കിലോമീറ്റർ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഈ ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ 1.5 കിലോമീറ്റർ ഉണ്ട്. അതുവരെ നടന്നാണ് ഞാൻ ഇപ്പോഴും വന്നു. ആ ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങി, തമ്പാനൂരിൽ ഞാൻ നേരെ നടന്നു ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേച്ചർ ലൈഫ് TVയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രകൃതി ജീവനം നമ്മുടെ ജീവൻ രക്ഷയ്ക്കും ആരോഗ്യത്തിനും ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിനും അതാണ് ഫലപ്രദം. ഈ അലോപ്പതി മരുന്നുകൾ നമ്മുടെ ജീവിതം ഇല്ലാതെയാക്കിയാണ് ചെയ്യുന്നത്. കാരണം പുതിയ അസുഖങ്ങളാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അത് ഒരു അസുഖത്തിൽ തുടങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റിൽ അടുത്തൊരു അസുഖം വരും. ആ അസുഖം വന്നിട്ട് പിന്നെ അത് തുടർന്ന് മരുന്നുകൾ ഒരു നേരത്തെ ആഹാരമായിട്ട് പോലും കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ വരും. എനിക്ക് ആദ്യത്തെ ഈ പഞ്ചസാര, മൈദ ഇതെല്ലാം നിർത്തിയപ്പം തന്നെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇത് ധാരാളം പേര് പറയുന്നൊരു കാര്യമാണ്. പഞ്ചസാര, മൈദ അങ്ങനെയുള്ള സാധനങ്ങൾ വറുത്തതൊക്കെ നിർത്തുമ്പോൾ തന്നെ വലിയൊരു മാറ്റം ശരീരത്തിനുണ്ടാകും. ഒരു ഉന്മേഷം അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ വിവരങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ. തിരുവനന്തപുരത്ത് തൈക്കാട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. തൈക്കാട് മ്യൂസിക് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഗാന്ധി ഭവനിലെ പ്രകൃതി ഭക്ഷണശാലയിലേക്ക് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നിരവധി തരത്തിലുള്ള വിഭവങ്ങളുണ്ട്. ഉച്ചയ്ക്ക് നല്ല രുചിയേറിയ സദ്യയുണ്ട്. ഒരിക്കൽ കൂടെ നന്ദി. എല്ലാവരും വരണം. നന്ദി, നമസ്കാരം.